ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ട് അച്ചാറാണ്. ഈ ഒരു അച്ചാറിൽ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ കാന്താരിയാണ് ചേർക്കുന്നത്. നോർമലി എങ്ങനെയാണോ അച്ചാർ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു അച്ചാറും ഉണ്ടാക്കുന്നത്. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്താരി മാത്രം ചേർക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? നമ്മുടെ ഒരു റിലേറ്റീവ് നമുക്ക് കൊണ്ടുതന്നതാണ് ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ കവറിനകത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ പുറമൊക്കെ ചെറുതായിട്ട് ഈ ഒരു കറുപ്പിലിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡിലെ കറുപ്പൊക്കെ ഉണ്ടല്ലോ അത് ചെത്തി മാറ്റിയിട്ട് ചെറുതായിട്ട് വട്ടത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയും കരിയാപ്പിലയും ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ മുളക് ആയിട്ട്, അതായത് മുളക് പൊടി ഇടുന്നില്ല, അതിന് പകരം കാന്താരിയാണ് എടുക്കുന്നതെന്ന്. അത് അത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സ്റ്റാർ ഫ്രൂട്ട്. ഇനി നമുക്ക് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചീനച്ചട്ടി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാർ ഇടുന്നത് നല്ലെണ്ണയിലാണ്, പക്ഷേങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് തൽക്കാലം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാന്താരി ഉണ്ടല്ലോ, കാന്താരിയും അതുപോലെ തന്നെ കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കാന്താരി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം. കാരണം കാന്താരി ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. എല്ലാം നന്നായിട്ടൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് നമുക്ക് പൊടികളായിട്ട് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ കായപ്പൊടിയും അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ ഒന്നും ഒരു കറക്റ്റ് അളവ് പറയാത്തത്, നമ്മൾ എന്തോരം സ്റ്റാർ ഫ്രൂട്ട് ആണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഈ പൊടികളുടെ അളവും എടുക്കുന്നത്. അതുകൊണ്ടാണ് കറക്റ്റായിട്ടൊരു മെഷർമെൻറ്റ് പറയാത്തത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കായപ്പൊടി അതുപോലെ തന്നെ ഉലുവാപ്പൊടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഓൾറെഡി അരിഞ്ഞു വെച്ചേക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടല്ലോ ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം, ഈ ഒരു എണ്ണയ്ക്കകത്തേക്ക്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തേക്കുന്ന ഈ ഒരു സ്പൂൺ ഉണ്ടല്ലോ, ഈ സ്പൂണിന് ഒരു 3 സ്പൂൺ നിറയെ നമ്മൾ വിനാഗിരിയും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് നമ്മൾ ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ലേശം കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ അച്ചാറിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു അച്ചാർ എന്ന് പറയുന്നത്. ഇതൊരു ടൈറ്റായിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിന് എരിവും പുളിയെല്ലാം നന്നായിട്ട് ഇതിനകത്തേക്ക് പിടിക്കും. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. കഞ്ഞിയുടെ കൂടെ കുടിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. എന്താണേലും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.